ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന ജോസ്. പ്രധാന വാർത്തകൾ. ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സജീവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മറ്റന്നാൾ കേരളത്തിലെത്തും. രാജ്യത്തെ ഗെയിമിംഗ്, ഇലക്ട്രോണിക്സ്, സ്പോർട്സ് വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള വഴികൾ സർക്കാർ പരിശോധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ 6 മുൻനിര ഗെയിമർമാരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. വിഷു ആഘോഷങ്ങൾക്കൊരുങ്ങി മലയാളികൾ. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷയെ നേരിടും. രാത്രി 7:30 മത്സരം. വാർത്തകൾ വിശദമായി. ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാജസ്ഥാനിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ഇന്ന് ഛത്തീസ്ഗഡിൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിൽ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തിരുനെൽവേലിയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. കോയമ്പത്തൂരിൽ നടന്ന പ്രചാരണ പരിപാടികളിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പങ്കെടുത്തു. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സജീവം. NDAയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാളെത്തും. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലും തൃശൂരിൽ കുന്നംകുളത്തും നടക്കുന്ന പൊതുസമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യാഴാഴ്ച കേരളത്തിലെത്തും. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം പ്രമുഖ നേതാക്കൾ വരും ദിവസങ്ങളിൽ കേരളത്തിലെത്തും. ജാലിയൻ വാലാബാഗിലെ ധീര രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ അധ്യായമെന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നിട്ട് ഇന്ന് 105 വർഷം പിന്നിടുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ജാലിയൻ വാലാബാഗ് ദിനത്തിൽ എല്ലാ ധീര രക്തസാക്ഷികൾക്കും ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചു. 1919 മാർച്ചിൽ ബ്രിട്ടീഷ് ഭരണകൂടം പാസാക്കിയ റൌലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധമാണ് ജാലിയൻ വാലാബാഗിലെ കിരാതമായ നടപടിയിലേക്ക് നയിച്ചത്. 1919 ഏപ്രിൽ 13 വൈശാഖി ദിനത്തിൽ പഞ്ചാബ് മേഖലയിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് എന്നറിയപ്പെടുന്ന തുറസായ സ്ഥലത്ത് നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ ബ്രിട്ടീഷ് ജനറൽ ഡയറിന്റെ കീഴിലുള്ള ബ്രിട്ടീഷ് സൈന്യം വെടിയുതിർക്കുകയായിരുന്നു. സംഭവത്തിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിളവെടുപ്പ് ഉത്സവലഹരിയിൽ രാജ്യം. രാജ്യത്തിന്റെ സമ്പന്നമായ കാർഷിക സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതാണ് ഇന്നും നാളെയുമായി രാജ്യമെമ്പാടും നടക്കുന്ന വിളവെടുപ്പ് ആഘോഷങ്ങൾ. വിശദാംശങ്ങളിലേക്ക്. വേനൽ അതിന്റെ മൂർധന്യതയിലേക്ക് നീങ്ങുന്ന ഏപ്രിൽ മാസം രാജ്യത്ത് കൊയ്ത്തുത്സവങ്ങളുടെ കാലമാണ്. ബൈശാഖി, വിഷു, ബിഷുബ്, ബെഹാഗ് ബിഹു, പൊഹേല ബോയ്ശാഖ്, പുത്താണ്ട് എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് വിളവെടുപ്പ് ആഘോഷങ്ങൾ കൊണ്ടാടുന്നത്. വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് പഞ്ചാബിലെ സിഖുകാരുടെ ഉത്സവമാണ് ബൈശാഖി. അസമിൽ ബെഹാഗ് ബിഹു ആഘോഷിക്കുമ്പോൾ ബംഗാളികൾക്ക് അത് പൊഹേല ബോയ്ശാഖ് ആണ്. തമിഴ്നാട്ടിലെ പുത്താണ്ട് ആഘോഷങ്ങൾ പുതുവർഷത്തെ വരവേൽക്കൽ കൂടിയാണ്. അതേസമയം കേരളീയർ ഈ അവസരത്തിൽ വിഷു കൊണ്ടാടുന്നു. ആഘോഷവേളയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പാരമ്പര്യ തനിമ വിളിച്ചോതുന്ന ഈ ഉത്സവങ്ങളുടെ ഭാഗമായി രാജ്യത്തുടനീളം വർണ്ണാഭമായ ചടങ്ങുകളും ആഘോഷങ്ങളും നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വിഷു ആഘോഷങ്ങൾക്കൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. വിഷുക്കണി ദർശനത്തിന്റെ ഒരുക്കങ്ങൾ ശബരിമല സന്നിധാനത്തിൽ നടക്കുകയാണ്. ഇന്ന് രാത്രി 9:30 അത്താഴപൂജയ്ക്ക് ശേഷം ശ്രീകോവിലിൽ ഓട്ടുരുളിയിൽ വിഷുക്കണി ഒരുക്കും. വിഷുദിനമായ നാളെ പുലർച്ചെ 4 മണി മുതൽ 7 മണി വരെയാണ് വിഷുക്കണി ദർശനം. മേട വിഷു പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 18 രാത്രി 10 നടയടയ്ക്കും. പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും മറ്റ് 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റം ആഘോഷമായി നടത്തുകയാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിലും പാറമേക്കാവ് ക്ഷേത്രത്തിലും കൊടിയേറ്റ ചടങ്ങുകൾ നടന്നു. ബുധനാഴ്ച വൈകിട്ടാണ് സാമ്പിൾ വെടിക്കെട്ട്. 19 വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം.
അതിനിടെ തൃശൂർ പൂരത്തിനെത്തുന്ന ആനകളുടെ 50 മീറ്റർ അകലത്തിൽ ആളുകൾ നിൽക്കണമെന്ന വനം വകുപ്പ് നിർദ്ദേശം പുറപ്പെടുവിച്ചതോടെ പ്രതിഷേധവുമായി ആന ഉടമകൾ രംഗത്തെത്തി. ആന ഉടമകളുടെയും ഉത്സവ സംഘാടകരുടെയും യോഗം ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ 6 മുൻനിര ഗെയിമർമാരുമായി ഗെയിമിംഗ് മേഖലയുടെ പുരോഗതിയെക്കുറിച്ച് ആശയവിനിമയം നടത്തി. ഗെയിമിംഗ് വ്യവസായത്തിന്റെ ഔപചാരികവൽക്കരണത്തെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി എല്ലാവർക്കും വളരാനുതകുന്ന സ്വതന്ത്രമായ അന്തരീക്ഷം ലഭ്യമാക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ ഗെയിമിംഗ്, ഇലക്ട്രോണിക് സ്പോർട്സ് വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനും സഹായിക്കുന്നതിനുമുള്ള വഴികൾ സർക്കാർ പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചുരുങ്ങിയ ചിലവിലുള്ള ഇന്റർനെറ്റ് ലഭ്യതയും മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സംരംഭങ്ങളും ഈ മേഖലയിൽ നൂതന ഉള്ളടക്കം സൃഷ്ടിക്കാൻ പ്രാപ്തമാക്കിയതായി ചർച്ചയിൽ പങ്കെടുത്ത ഗെയിമർമാർ വ്യക്തമാക്കി. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷയെ നേരിടും. രാത്രി 7:30 മത്സരം. അവസാന ലീഗ് മത്സരത്തിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് 1-3 ഗോളുകൾക്ക് ഹൈദരാബാദ് FCയെ പരാജയപ്പെടുത്തി. 22 മത്സരങ്ങളിൽ നിന്ന് 33 പോയിന്റുമായി ടേബിളിൽ 5ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. ഈ മാസം 19 മുതൽ പ്ലേ ഓഫ് എലിമിനേറ്റർ പോരാട്ടം തുടങ്ങും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ചണ്ഡിഗഡിലാണ് മത്സരം. 5 കളികളിൽ നിന്നായി 8 പോയിന്റുകളോടെ രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ്. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ നേതൃസ്ഥാനം ഷെഫ് ഡി മിഷൻ ഒഴിഞ്ഞ് ബോക്സിംഗ് താരം MC മേരികോം. വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് ഈ തീരുമാനമെന്നാണ് റിപ്പോർട്ട്. ഷെഫ് ഡി മിഷൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് മേരികോം തനിക്ക് കത്തെഴുതിയതായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ അറിയിച്ചു. സ്ഥാനമൊഴിയാനുള്ള മേരികോമിന്റെ തീരുമാനത്തെയും സ്വകാര്യതയെയും മാനിക്കുന്നതായും ശ്രീമതി ഉഷ പറഞ്ഞു. രാജ്യത്തെ സേവിക്കുന്നത് ഒരു ബഹുമതിയായി കരുതുന്നുവെന്നും രാജ്യത്തിന്റെയും പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന കായിക താരങ്ങൾക്കൊപ്പം വലിയ പ്രതീക്ഷകളോടെ താനുണ്ടെന്നും മേരികോം IOC ചെയർപേഴ്സണ് അയച്ച കത്തിൽ പറഞ്ഞു. റിയോ ഡി ജനീറോയിൽ നടക്കുന്ന ISSF ഒളിമ്പിക് യോഗ്യതാ ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ ഇന്ത്യയുടെ വനിതാ ഷൂട്ടർമാർ ഇന്നിറങ്ങും. പാരീസ് ഒളിമ്പിക്സിനുള്ള അവസാനവട്ട യോഗ്യതാ മത്സരങ്ങളാണ് ആരംഭിക്കുന്നത്. പാലക്, സുർഭി റാവു, സൈന്യം എന്നിവർ നാളെ നടക്കുന്ന 10 മീറ്റർ എയർ പിസ്റ്റൾ ഫൈനലിൽ മത്സരിക്കും. രാജ്യത്തെ വാതകാധിഷ്ഠിത പവർ പ്ലാന്റുകൾ പ്രവർത്തനക്ഷമമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. വേനൽക്കാലത്തെ ഉയർന്ന വൈദ്യുതി ആവശ്യം നിറവേറ്റുന്നതിനാണ് തീരുമാനം. പരമാവധി വൈദ്യുതി ഉൽപാദനം ഉറപ്പാക്കാൻ എല്ലാ ഗ്യാസ് അധിഷ്ഠിത ഉൽപാദന കേന്ദ്രങ്ങൾക്കും സർക്കാർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഗ്യാസ് അധിഷ്ഠിത ഉൽപാദന സ്റ്റേഷനുകളുടെ ഒരു പ്രധാന ഭാഗം നിലവിൽ ഉപയോഗശൂന്യമാണെന്ന് വൈദ്യുതി മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. അടുത്ത മാസം 1 മുതൽ ജൂൺ 30 വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഈ ഉത്തരവിന് സാധുതയുണ്ട്. കൊടും ചൂടിന് ആശ്വാസമായി കേരളത്തിൽ വേനൽ മഴ. അടുത്ത ദിവസങ്ങളിൽ വിവിധയിടങ്ങളിൽ മഴ പ്രതീക്ഷിക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ഇന്ന് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. CUET PG പരീക്ഷാഫലം പ്രഖ്യാപിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. pgcut.samarth.ac.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണെന്ന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അറിയിച്ചു. കേന്ദ്ര സർവകലാശാലകളിൽ ഉൾപ്പെടെ പ്രവേശനം നൽകാനുള്ള പരീക്ഷയാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇറാൻ ഇസ്രായേലിനെതിരെ ഉടൻ ആക്രമണം നടത്താൻ പോകുന്നുവെന്ന ഊഹാപോഹങ്ങൾക്കിടെ കൂടുതൽ സൈന്യത്തെ അയക്കുകയാണെന്ന് അമേരിക്ക അറിയിച്ചു. പ്രാദേശിക പ്രതിരോധ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും അമേരിക്കൻ സേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ഈ നീക്കമെന്നാണ് റിപ്പോർട്ട്. ദമാസ്കസിലെ ഇറാൻ എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയതിന് ഇറാൻ പ്രതികാര നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സജീവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മറ്റന്നാൾ കേരളത്തിലെത്തും. രാജ്യത്തെ ഗെയിമിംഗ്, ഇലക്ട്രോണിക് സ്പോർട്സ് വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള വഴികൾ സർക്കാർ പരിശോധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ 6 മുൻനിര ഗെയിമർമാരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. വിഷു ആഘോഷങ്ങൾക്കൊരുങ്ങി മലയാളികൾ. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷയെ നേരിടും. രാത്രി 7:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30.